വയലാർ എഴുതി ദേവരാജൻ സംഗീതം പകർന്ന ഒരു ഗാനത്തോടെ ഈ പരിപാടി ആരംഭിക്കുകയാണ്. കറുത്ത സൂര്യനുദിച്ചു, കടലിൽ വീഞ്ഞു തിളച്ചു, മഞ്ഞിൻ്റെ മുടി നരച്ചു, മലയിൽ കഞ്ചാവു പുക പരന്നു. കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ലഹരിയെക്കുറിച്ചാണ്. എല്ലാം എവിടേക്ക് തിരിഞ്ഞാലും ലഹരിയെക്കുറിച്ചുള്ള ചർച്ചകളാണ്. ഈ കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് 2 കിലോ കഞ്ചാവാണ് നമ്മുടെ നിയമപാലകന്മാർ പിടിച്ചത്. അത് വലിയ ചർച്ചാ വിഷയമായി. ഒരു SFIക്കാരൻ്റെ മുറിയിൽ നിന്നാണ് ഇത് കണ്ടെടുത്തത്. അത് SFIക്കാരൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചാലല്ല, മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, ബഹുജനങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചാണ്. അവിടുത്തെ പ്രിൻസിപ്പാൾ പ്രത്യേകം പറയുന്നുണ്ട്, 2 കിലോ കഞ്ചാവ് വലിക്കാൻ മാത്രമുള്ള പിള്ളേരൊന്നും ഈ കോളേജിലോ ഈ സമീപ പ്രദേശത്തും ഇല്ല. ഇത് വാണിജ്യ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന് വെച്ചാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് കുട്ടികളാരും കഞ്ചാവ് വലിക്കും എന്ന അഭിപ്രായമില്ല. ഈ കഞ്ചാവ് കൊണ്ടുവന്ന് വെച്ചവൻ പോലും വലിക്കുന്നവനല്ലത്രേ. അവനൊരു കുടിൽ വ്യവസായമായിട്ട്, ഒരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു തമാശയും കൂടി ഉണ്ട്. കളമശ്ശേരി എന്ന് പറയുന്നത് മന്ത്രി രാജീവിൻ്റെ തട്ടകമാണ്. അദ്ദേഹം തന്നെ ഈ പോളിടെക്നിക്കിൽ പഠിച്ച ആളാണ്. പുള്ളിയുടെ ചില സമയത്തുള്ള സൈദ്ധാന്തിക വിശകലനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സംശയം തോന്നിയിട്ടുണ്ട്. പുള്ളി ഇതുപോലെ വല്ല സാധനങ്ങളും ഉപയോഗിച്ചിട്ടാണോ ഇങ്ങനെ വിശകലനം നടത്തുന്നത്? ആഗോള മൂലധനത്തിൻ്റെ സാമ്പ്രദായിക ശക്തികളാണ് സാർവത്രിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, പുള്ളി ചെഗുവേരയ്ക്ക് പഠിക്കുന്നതാണോ അതോ സ്വബോധത്തോടാണോ ഇത് പറയുന്നത്? പുള്ളി ഉപയോഗിക്കുന്ന ആളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ചില സമയത്ത് ആളുകൾക്ക് അങ്ങനെ സംശയമുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തട്ടകമാണ്. അദ്ദേഹം തന്നെ പോളിടെക്നിക്കിൽ പഠിച്ച ആളാണ്. പിന്നീടാണ് നിയമബിരുദം നേടി അഭിഭാഷക മേലങ്കി അണിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്. കളമശ്ശേരിയിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ രാജീവിൻ്റെ അനുവാദം വേണം എന്ന് പറയാം. പിന്നെ പാർട്ടി മെഷീനറി വളരെ ശക്തമാണ്. SFI ആണെങ്കിലും DYFI ആണെങ്കിലും മഹിളാ അസോസിയേഷൻ ആണെങ്കിലും കർഷക തൊഴിലാളി യൂണിയൻ ആണെങ്കിലും അതെല്ലാം പാർട്ടി തന്നെയാണെങ്കിലും ഒക്കെ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അങ്ങനെ സഖാവിൻ്റെ മൂക്കിന് താഴെ നടന്നൊരു സംഭവമാണ് ഈ പോളിടെക്നിക്ക്. SFIക്കാർ പറയുന്നത് അവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് KSUക്കാർ കൊണ്ടുവന്ന് വെച്ചാണ് 2 കിലോ കഞ്ചാവ്. ഒരു SFIക്കാരൻ്റെ മുറി കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ രൂപ എത്ര ചിലവുണ്ട് എന്നാലോചിച്ചോ. KSUക്കാർ ഇത്ര അധികം പണം ചിലവഴിച്ച് ഈ തലയിൽ വെണ്ണ വെച്ച് കൊക്കിനെ പിടിക്കുന്ന പോലത്തെ പരിപാടി പോയി. KSUക്കാരായിട്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കളയും. എന്നാലും ഇതുപോലെയുള്ള വാദങ്ങളാണ്. ഈ SFIക്കാരൻ്റെ ഭാഗത്ത് ചെറിയ ജാഗ്രത കുറവുണ്ടായി എന്നാണ് ആ സംഘടനയുടെ പുതിയ സെക്രട്ടറി പറയുന്നത്. ചെറിയ ജാഗ്രത കുറവുണ്ടായി. കാരണം പോലീസ് വരുന്നുള്ള അദ്ദേഹത്തിന് അറിയില്ല. പോലീസ് വരുന്നതിന് മുമ്പ് ഇത് മാറ്റണം എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വീഴ്ചയുണ്ടായി, ജാഗ്രത കുറവുണ്ടായി. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോൾ സംഗതി മൊത്തത്തിൽ വളരെ ജോറായി. അപ്പോൾ ഇതിൽ നമ്മൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ഉമ്മൻചാണ്ടി സാർ ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെക്കുറിച്ചും അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന ബാബുവിനെക്കുറിച്ചും ഒരുപാട് അനാവശ്യം പറഞ്ഞ ആളാണ്. അനാവശ്യമല്ല, അന്നത്തെ നിലയ്ക്ക് അത് ആവശ്യമായിരുന്നു. ഇവരുടെ മദ്യനയത്തെക്കുറിച്ചും ലഹരിയോടുള്ള അവരുടെ സമീപനത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാണ്. ബിവറേഴ്സിൻ്റെ ഔട്ട്ലെറ്റുകൾ 10% കണ്ട് കുറയ്ക്കണം. ഈ നാട്ടിൽ നിലവാരം കുറഞ്ഞ ബാറുകൾ എന്നറിയപ്പെട്ടിരുന്നത് 2 സ്റ്റാർ ബാറുകൾ പൂട്ടണം, പിന്നെ 3 സ്റ്റാർ പൂട്ടണം, 4 സ്റ്റാർ പൂട്ടണം, അവസാനം 5 നക്ഷത്ര ബാറുകൾ മാത്രം മതി എന്നൊക്കെ ഉള്ള അസംബന്ധ നിർഭരമായ മദ്യനയത്തെ അതിനിശിതമായി വിമർശിച്ച ആളാണ്. ഇന്ത്യ വിഷൻ ചാനലിലും റിപ്പോർട്ടർ ചാനലിലും ഏഷ്യാനെറ്റിലും ഞാൻ ഇനി ബാബുവിനെക്കുറിച്ചോ ഉമ്മൻചാണ്ടിയെക്കുറിച്ചോ പറയാനൊന്നും ബാക്കിയില്ല. പക്ഷെ സത്യത്തിൽ എനിക്കിപ്പോൾ വലിയ പശ്ചാത്താപം തോന്നുകയാണ്. അവർ യോഗ്യന്മാരായിരുന്നുകൊണ്ടല്ല, അതിനുശേഷം വന്ന ആളുകൾ എത്ര ആഭാസന്മാരാണ് എന്നുള്ളതുകൊണ്ടാണ്. ഉമ്മൻചാണ്ടി പൂട്ടിയ സകല ബാറും പിണറായി സഖാവ് 3 മാസത്തിൽ തുറന്നു കൊടുത്തു. പുതിയ ബാറുകൾ അനുവദിച്ചു, ഹെറിറ്റേജ് ബാറുകൾ അനുവദിച്ചു. അങ്ങനെ ചോദ്യപ്പിൻ തരപ്പെടും എന്ന കർത്താവിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് ആരൊക്കെ അപേക്ഷ കൊടുക്കുന്ന അവർക്കൊക്കെ ബാർ അനുവദിക്കാൻ പാടുന്നുള്ള സംവിധാനം ഉണ്ടാക്കി. നാഷണൽ ഹൈവേയുടെ സൈഡിൽ ബാർ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ പല നാഷണൽ ഹൈവേയും ഇവർ ഡീനോട്ടിഫൈ ചെയ്ത് സ്റ്റേറ്റ് ഹൈവേ ആക്കി. കാരണം സ്റ്റേറ്റ് ഹൈവേയിലാണെങ്കിൽ ബാർ തുടങ്ങാം എന്നുള്ളതുകൊണ്ട്. ഇങ്ങനെ ബാറുകാരെ സഹായിക്കുന്ന കാര്യത്തിൽ, ബാറുകാരെ കൈവിട്ട് സഹായിക്കുന്ന കാര്യത്തിൽ ഈ സർക്കാരിനെ പോലെ ഇത്രയും ഉദാര മനസ്സ് കാണിച്ച ഒരു സർക്കാർ കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. അതുകൂടാതെ ഈ ലഹരിയുടെ
ഉപയോഗവും അതിൻ്റെ വിപണനവും വിതരണവും ഒക്കെ ഇത്ര കാര്യക്ഷമമായി നടത്തിയ വേറൊരു സർക്കാരുമില്ല. ഇപ്പോൾ നമുക്ക് സിവിൽ സപ്ലൈസ് വകുപ്പിനെ കുറിച്ച് എന്തെങ്കിലും ആക്ഷേപം വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ റേഷൻ കടയിൽ ചെല്ലുമ്പോൾ അരി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഗോതമ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മണ്ണെണ്ണ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിണ്ണാക്ക് ഉണ്ടാവില്ല. ഇതതുപോലെയല്ല. കഞ്ചാവ് വേണോ കിട്ടും, ഹെറോയിൻ വേണോ അതും കിട്ടും, LSD വേണോ അതിനും പഞ്ഞമില്ല. MDMA ആണെങ്കിൽ ഏത് മുറുക്കാൻ കടയിലും കിട്ടും എന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. എല്ലാ വിദ്യാലയങ്ങളുടെയും ഭിത്തിയിൽ നിങ്ങളൊരു ബോർഡ് കണ്ടു കാണും. ഈ വിദ്യാലയത്തിൻ്റെ 100 വാര ചുറ്റളവിൽ ആരും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. 100 വാരയിലേ ഉള്ളൂ. 101ാമത്തെ വാരയിൽ സ്റ്റാമ്പ് വിൽക്കുന്ന ഒരാളെ നിങ്ങൾ കാണും. ഈ സ്റ്റാമ്പ് എന്ന് പറയുന്നത് തപാൽ സ്റ്റാമ്പല്ല, ക്വാർട്ടർ ബി സ്റ്റാമ്പും അല്ല, മറിച്ച് സ്കൂൾ കുട്ടികൾ വാങ്ങിച്ച് നാക്കിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു ലഹരി വസ്തുവാണ്. ചെറിയ പൈസയ്ക്ക് ഇത് കിട്ടും. 2 രൂപയ്ക്കും കിട്ടും, 5 രൂപയ്ക്കും കിട്ടും. അപ്പോൾ 2 രൂപ അല്ലെങ്കിൽ 5 രൂപ പോക്കറ്റ് മണി കിട്ടുന്നൊരു കുട്ടി ഇത് മേടിച്ച് നാക്കിൻ്റെ അടിയിൽ വെച്ചാൽ അവൻ കോളേജിൽ എത്തുമ്പോഴേക്കും നല്ല ഒന്നാന്തരം ഒരു ഡ്രഗ് അഡിക്റ്റായിട്ട് മാറിയിട്ടു. അങ്ങനെ കൂടുതൽ കുട്ടികളെ ചെറുപ്പത്തിലെ പിടികൂടുകയും അവരെ മയക്കുമരുന്നിൻ്റെ അടിമകളാക്കി ഇവരെ എന്നേക്കുമായിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം. ഇത് പോലീസുകാർ വിചാരിച്ചാൽ, സ്ഥലത്തെ പോലീസ് സബ് ഇൻസ്പെക്ടർ വിചാരിച്ചാൽ 24 മണിക്കൂറിനും നിർത്താവുന്ന കാര്യമാണ്. പക്ഷേ ഒരു സബ് ഇൻസ്പെക്ടറും അതിന് തുനിയുകയില്ല. കാരണം തുനിഞ്ഞാൽ പിന്നത്തെ മാസം അവന് ശമ്പളം മേടിക്കുന്ന കാസർഗോഡ് തരും. അതുകൊണ്ടാണ് ഇത് വലിയ മാഫിയ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ട്, മറ്റ് പൊതുകാര്യ പ്രസക്തന്മാരായ ആളുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ ദൂഷിത വലയം ഇതിനകത്തുണ്ട്. അവരാണ് ഈ സാധനം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില സമുന്നത നേതാക്കന്മാർക്കും പങ്കുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണെങ്കിൽ ഈ തിരുവിതാംകൂർ ഭാഗത്തെ ഈ മയക്കുമരുന്ന് കാരണം മുഴുവനും തലതൊട്ടപ്പൻ അഥവാ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മാന്യ അംഗമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരിക്കലും പോലീസുകാർക്ക് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയില്ല, എക്സൈസുകാർക്ക് പ്രവർത്തിക്കാൻ പറ്റിയില്ല. എന്നിട്ട് മന്ത്രി രാജീവാണെങ്കിലും മന്ത്രി രാജേഷാണെങ്കിലും വലിയ വായിൽ വാചകടിക്കും. എന്തു പറയും? മയക്കുമരുന്ന് മാഫിയയെ ഇവിടുന്ന് കടപറിച്ച് കളയും, മൂക്ക് ചെത്തിക്കളയും, തല വെട്ടി കുന്തത്തിൽ കുത്തും, ഒരു പിണ്ണാക്ക് നിറക്കില്ല, ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ വിഷയം ഉണ്ടാകുമ്പോൾ എക്സൈസുകാരും പോലീസുകാരും കൂടി 1-2 സ്ഥലത്ത് റെയ്ഡ് നടത്തും. 1-1.5 കിലോ കഞ്ചാവ് പിടിക്കും, അല്ലെങ്കിൽ 150 ഗ്രാം 200 ഗ്രാം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ പോക്കറ്റിലിട്ട് കൊടുത്തിട്ട് അത് പിടിച്ചതായിട്ട് രേഖയുണ്ടാക്കും. ഇതാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് പത്രപംക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് ഈ വിഷയം പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പൂർവാധികം ഭംഗിയായിട്ട് ഇത് നടക്കും. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അതിൻ്റെ പങ്ക് കിട്ടും, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടും, മറ്റു താല്പര്യ കക്ഷികൾക്ക് കിട്ടും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പ് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇത് തന്നെ സംഭവിക്കും. മുനിസിപ്പൽ ചെയർമാൻമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വാർഡ് മെമ്പർമാർ, പാഴൂർ മുനിസിപ്പാലിറ്റിയിലേക്കുണ്ടായ സംഭവങ്ങൾ ചോദിക്കാതെ എങ്ങനെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് കോൺഗ്രസ് വ്യത്യാസമില്ല, മാർക്സിസ്റ്റ് വ്യത്യാസമില്ല, BJP വ്യത്യാസമില്ല, ലീഗ് വ്യത്യാസമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇതുപോലെ ഈ ഡ്രഗ് മാഫിയയുടെ ഏജൻറ്റുമാരായിട്ടുള്ള കാക്കാണികളായിട്ടുള്ള ആളുകൾ. ഇതിനെതിരെ ഫലപ്രദമായ ഒരു നടപടി സ്വീകരിക്കാനായിട്ട് നമ്മുടെ സർക്കാരിന് ത്രാണിയില്ല, ഇച്ഛാശക്തിയില്ല. ഇനി ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കുകയില്ല. ഇത്ര കുഴപ്പമുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ്റെ ഈ സിദ്ധാന്തം ഉണ്ടല്ലോ, വളിച്ച സിദ്ധാന്തം കേൾക്കുമ്പോഴാണ് ഓക്കാനം വരുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞ് വെറുതെ വായിലെ വെള്ളം വറ്റിക്കാം എന്നല്ലാണ്ട് യാതൊരു പ്രയോജനമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.